ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താടോ മുഖൊരു കൊട്ടയുണ്ടല്ലോ, ഇനി ഇഷ്യൂ? ഒന്നുമില്ല സർ, ഞാൻ രാജേട്ടനോടും കനകയോടും സംസാരിക്കായിരുന്നു. അവർ രണ്ടുപേരും ഓണത്തിന് വീട്ടിൽ പോകുന്നുണ്ട്. 3-4 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. പോട്ടെ, അതിനിപ്പോ തനിക്കെന്താ? അവരെ രണ്ടുപേരും കാണാതെ ഇത്ര ബുദ്ധിമുട്ടാണോ തനിക്ക്? അതല്ല സർ, പിന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് സാറിനോട് ചോദിക്കാനിരുന്നതാ, അപ്പോഴാ അവരുടെ പോക്ക്. എന്നാലും താൻ പറ. അതിനി വേണ്ട സർ, നടക്കില്ല. എടോ കാര്യം പറ, നടക്കൂല്ലോ, നമുക്ക് നോക്കാം. വേറൊന്നുമല്ല സർ, ഓണം വരില്ലേ. എന്റെ നാട്ടിൽ നിന്ന് വീട്ടുകാരിവിടേക്ക് പുതിയതായിട്ട് വന്നതല്ലേ, ആരെയും പരിചയമില്ല. എവിടുന്ന എന്താ വാങ്ങിക്കേണ്ടെന്ന് പോലും അവർക്കറിയില്ല. ഞാൻ കരുതിയത് ഓണത്തിന് അവരുടെ കൂടെ ചെന്ന് നിൽക്കാമെന്നാ. കനകയും രാജുവേട്ടനും ഇവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ അടുക്കളയിൽ ഉണ്ടായല്ലേ പറ്റൂ. താൻ പറഞ്ഞാൽ കാര്യമുണ്ട്. നമ്മളൊക്കെ കൂടെ ചെന്ന് നിന്നില്ലെങ്കിൽ അവര് പെട്ടുപോകും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്തവണത്തെ ഓണം നമുക്ക് അവരുടെ കൂടെ അങ്ങ് ആഘോഷികളെ. അപ്പൊ ഇവിടുത്തെ കാര്യം? എടോ, ഇവിടുന്ന് താൻ മാത്രമാണ് തന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വേറെ 3 പെണ്ണുങ്ങളുണ്ട്. കുടുംബത്തിലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോ ആ കൊച്ചമ്മമാർക്ക് വേണമെങ്കിൽ അടുക്കളയിൽ കയറാം. അത് ശരിയാണോ സർ? അതാണ് ശരി, അത് മാത്രമാണ് ശരി. എടോ, നമ്മളിപ്പോ അവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. മാത്രമല്ല, ഓണത്തിന്റെ ഒരു രസമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് ഓണം എന്താ? ഒന്നുമില്ല. രാവിലെ എഴുന്നേക്കുന്നു, കൃത്യമായിട്ട് ഒരു വിഷു പറയും. പിന്നെ ഉച്ചയ്ക്കൊരു സദ്യ. അത് പതിവ് പോലെ ആരും ഒന്നും മിണ്ടാതെ പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വന്നിരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് അങ്ങ് പോവും. അതിന് എവിടെന്നെങ്കിലും സദ്യ ഓർഡർ ചെയ്താലും മതി. ദേ, നമുക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവാം. പോകുന്നതിന്റെ റിസ്ക് ഞാൻ എടുക്കാം. അച്ഛനോട് കാര്യം പറയാം. പോവാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യ. പിന്നെന്താ? പോയാൽ ഇവിടെ ഒരു ബഹളം ഉറപ്പാ. ഇവിടെ എന്നാ പിന്നെ അതുണ്ടാവില്ലേ? അപ്പൊ ലാഭം അതല്ലടോ. മാത്രമല്ല നന്ദിനി, അവരുടെ ഇടയിൽ ചെന്നിരിക്കുന്നതും ഒരു പിടി വാരി തിന്നുന്നതും ഒക്കെ ഞാനേ വല്ലാതെ അങ്ങ് എൻജോയ് ചെയ്തു തുടങ്ങി. എനിക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയോ എനിക്കവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ തീരുമാനിച്ചു, നമ്മുടെ ഓണം തന്റെ കുടുംബത്തിന്റെ കൂടെ. നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണം. മരുമകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഓണം കൂടാനുള്ള അവകാശമുണ്ട്. സുദേവ, ഓണത്തിന് നന്ദിനി മോൾക്ക് നമ്മൾ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യാണ്ട് പറ്റുമോ അമ്മേ? അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ? അത് ഡ്രസ്സ് മാത്രം എടുത്തു കൊടുത്താ പോരാ. അവർക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുക്കണം. അത് നമ്മുടെ കടമയല്ലേ? കുറച്ച് കാശ് കൈയിരിപ്പുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. പക്ഷേ അവിടെ പോവേണ്ട കാര്യം ആലോചിക്കുമ്പോഴാ. ഓ, അതൊക്കെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? കാർത്തും പ്രിയങ്കയും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാം. വേണ്ട, ആര് സൂര്യ സാറിന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കണ്ട. എന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ? ഓണത്തിനൊരു ചടങ്ങില്ലേ? വിഷുവിനൊരു ചടങ്ങുണ്ടായിരുന്നു. അന്ന് എന്താ സംഭവിച്ചെന്ന് രണ്ടാളുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ടാ പറയുന്നേ അവിടേക്ക് പോണ്ട. അല്ല മോളെ. അച്ഛാ,
അച്ഛനും മുത്തശ്ശിയും കൂടെ അവിടേക്ക് പോയ എന്താ സംഭവിക്കുക? അവരുടെ ഓണോ ഇല്ലാതാവും, നമ്മുടെ ഓണോ ഇല്ലാതാവും. ചേച്ചിയും ചേട്ടനും എന്തായാലും ഓണത്തിന് നമ്മുടെ അടുത്തേക്ക് വരും. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പ ചെയ്താ മതി. നമ്മൾ ആരും ഇനി യതീന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. എടി, നിന്റെ പ്രായത്തിലും പരുവത്തിലും നിന്നുകൊണ്ട് നിനക്കത് പറയാം. കാരണവന്മാർക്കേ ഓരോ കാര്യത്തിന്റെ ബുദ്ധിമുട്ടറിയൂ. മുത്തശ്ശി എന്തിനാ വാശി പിടിക്കുന്നേ? ചേച്ചി പറഞ്ഞത് കാര്യമല്ലേ? നമ്മൾ ചെന്ന് കേറിയാൽ അതുകൊണ്ട് ചേച്ചിക്ക് വിഷമമല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തിനാ ചേച്ചിയെ വിഷമിപ്പിക്കുന്നേ? ചെന്നാൽ അവര് വഴക്കുണ്ടാക്കുന്നുള്ളത് നേരാ. പക്ഷേ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ചോദിക്കില്ലേ, മരുമോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു എന്ന്, എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നൊക്കെ? അപ്പൊ നാണം കെടാൻ പോകുന്ന നിങ്ങളുടെ ചേച്ചിയില്ലേ? ഓ, അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര അഭിമാനത്തോടെയാണല്ലോ അവിടെ കഴിയുന്നേ. അച്ഛാ, അബദ്ധത്തിൽ പോലും മരുമകൾ എന്നൊരു വാക്ക് അവിടെയുള്ളവരുടെ നാവിന്ന് വരില്ല. അവര് ചേച്ചിയെ വേലക്കാരിന്ന് പറയും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പോവാനാണ് അച്ഛന്റെയും മുത്തശ്ശിയുടെയും തീരുമാനമെങ്കിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു പറയും. കേട്ടല്ലോ? വാടി. നമ്മൾ എന്ത് ചെയ്യും അമ്മേ? സുദേവ, പിള്ളേര് പറഞ്ഞാല് കാര്യമുണ്ട്. മോനും മോളും ഇങ്ങോട്ട് വരട്ടെ. നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. അത് മതി. അച്ഛൻ എന്താ ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? എന്നെ വിളിക്കാറുന്നില്ലേ? എടാ, എനിക്ക് കയ്യിന് ചെറിയ കുഴപ്പമുണ്ട്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് തടിച്ചിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ആ, എന്നാലേ ഞാനൊരു കാര്യം പറയാം. അച്ഛാ, ഓണം വരികയല്ലേ. നന്ദിനിയുടെ കുടുംബത്തിന്റെ കൂടെ ഓണം ആഘോഷിക്കണമെന്നുണ്ട്. അവരിവിടെ പുതുതായിട്ട് വന്നതല്ലേ, സ്വാഭാവികമായിട്ടും എനിക്ക് നന്ദിനിയുടെ കൂടെ പോണം. അതിനെന്താ? പക്ഷേ നന്ദിനിക്കൊരു ടെൻഷൻ. എന്ത് ടെൻഷൻ? കനകയും രാജുവേട്ടനും വീട്ടിൽ പോവാണല്ലോ. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. അച്ഛനൊരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ കൂടെ പോര്. അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ നീ എതിർക്കരുത്. പറഞ്ഞു വെച്ചാ. എടാ, പൊതുവെ ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴേ മനുഷ്യരുടെ മനസ്സിലുള്ള വൈരാഗ്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കും.